ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഭൂരേഖ തഹസീൽദാർ പിടിയിലായതിൽ നിർണായക വിവരങ്ങൾ വിജിലൻസിന്. കൈക്കൂലി വാങ്ങാൻ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടങ്ങുന്ന വൻ റാക്കറ്റ്. മുൻപും റാക്കറ്റ് പലരിൽ നിന്നും പണം തട്ടിയതായി വിവരം. കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീണ്ടേക്കും. പലരുടെയും റവന്യൂ വിവരങ്ങൾ ഏജന്റുമാർക്ക് ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയതായി കണ്ടെത്തൽ. ഭൂരേഖ തഹസീൽദാർ ജോസഫ് ആന്റണിയുടെ സ്വത്തുക്കളിൽ വിശദമായ പരിശോധന നടത്തും. ഭൂരേഖ തഹസീൽദാറാണ് ഈ ജോസഫ് ആന്റണി. ജോസഫ് ആന്റണിക്ക് 10 ലക്ഷം രൂപ കൈക്കൂലിയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇടനിലക്കാരും ഒപ്പം മറ്റുള്ള ഉദ്യോഗസ്ഥർക്കുമായിട്ടാണ് ആ പണം വീതിച്ചു നൽകിയിരുന്നത്. ഒരു വലിയ റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടനിലക്കാരടക്കം വളരെ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വമാണ് പണം തട്ടിയിരുന്നത്. എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ പുറത്തു വരുന്നത് വലിയൊരു തട്ടിപ്പ് ശൃംഖലയുടെ ഒരു ചെറിയ കണ്ണി മാത്രമാണോ? ഒരു വലിയ റാക്കറ്റ് ആയിരുന്നോ ഈ പറയുന്ന ഭൂരേഖ തഹസീൽദാറും റവന്യൂ അധികാരികളും അടക്കമുള്ളവർ ഉണ്ടായിരുന്നത്? നിരവധി ആളുകളിൽ നിന്ന് പണം ഇങ്ങനെ തട്ടിച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങി ഭൂരേഖകൾ പലപ്പോഴും തിരുത്തി കൊടുത്തിട്ടുണ്ട്, ഭൂമി തരം മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണോ പുറത്തു വരുന്നത്? അരുൺകുമാർ, അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നിലവിൽ ഇത് കൊച്ചിയിലെ ഏറ്റവും വലിയ നെക്സസ് ആണെന്നുള്ളതാണ്. ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് 2018 മുതൽ കൊച്ചിയിലെ ഒരു ഭൂവുടമ 2018 മുതൽ പുരയിടമാണെന്ന് കണക്കായിക്കൊണ്ട് നികുതി അടയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ തഹസിൽദാർ, അതായത് ഭൂരേഖ തഹസിൽദാറാണ് ഈ ജോസഫ് ആന്റണി. ജോസഫ് ആന്റണി ഏജന്റുമാർ വഴി ഒരു പരാതി കൊടുപ്പിക്കുന്നു. അതായത് ഇത് നിലമാണെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു പരാതി കൊടുപ്പിക്കുന്നു. അതിന് പിന്നാലെ ഈ പരാതിയിൽ താലൂക്ക് ഓഫീസിലേക്ക് ഈ ഭൂവുടമയെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ പരാതി ഒതുക്കി തീർക്കാനായിട്ട് 10 ലക്ഷം രൂപയാണ് കൈക്കൂലിയായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ കൈക്കൂലി 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി കടവന്ത്രയിൽ വെച്ച് വിജിലൻസ് സംഘം ഈ ജോസഫ് ആന്റണിയെയും മറ്റ് 2 ഏജന്റുമാരെയും പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വിജിലൻസ് പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വൻ റാക്കറ്റ് ആണെന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരും ഏജന്റുമാരടങ്ങുന്ന റാക്കറ്റാണ്. ഈ പലരുടെയും റവന്യൂ വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥർ ഈ ഏജന്റുമാർക്ക് ചോർത്ത് നൽകും. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. പലരിൽ നിന്നും മുൻപ് പണം തട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് വിജിലൻസ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഈ ഭൂരേഖ തഹസിൽദാറായിട്ടുള്ള ജോസഫ് ആന്റണി മാത്രമല്ല, മറ്റ് ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. അങ്ങനെ അവരെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്കാണ് വിജിലൻസ് നീങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജോസഫ് ആന്റണിക്ക് എതിരെ നേരത്തെയും കേസുണ്ടെന്നുള്ളതാണ് വിജിലൻസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 2015 വ്യാജ പട്ടയം ഉണ്ടായിക്കൊണ്ട് ഭൂമി തട്ടിയെടുത്ത ഒരു കേസുണ്ടായിരുന്നു. അതിൽ കമ്മീഷൻ കൈപ്പറ്റി, അങ്ങനെ വ്യാജ പട്ടയം ഉണ്ടാക്കി ഭൂമി തട്ടിയെടുത്തതിന് 5 ലക്ഷം രൂപ കമ്മീഷൻ കൈപ്പറ്റി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അന്ന് കടവന്ത്ര പോലീസ് പ്രതിയെടുത്തിരുന്നത്. ആ കേസിന്റെ വിശദാംശങ്ങളടക്കം വിജിലൻസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട്, കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് കുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഭൂരേഖ തഹസീൽദാറും സംഘവും ചേർന്ന് പറ്റിച്ചെടുത്തതപ്പോൾ ലക്ഷങ്ങളല്ല കോടികളാണ് എന്നുള്ള വിവരമാണ്. 10 ലക്ഷം രൂപയാണ് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഭൂരേഖ തഹസീൽദാറും സംഘവും ആവശ്യപ്പെട്ടത്. ഇടനിലക്കാര് 4 പ്രധാനപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ, പിന്നെ ഇതിന് കൂട്ടുനിൽക്കുന്ന കീഴുദ്യോഗസ്ഥർ, ഇവർക്കെല്ലാം കൂടി വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ 3 തഹസീൽദാർക്ക്, 2 ഇടനിലക്കാർക്ക്, ബാക്കിയുള്ള 5 ലക്ഷം ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, എല്ലാം കൂടി 10 ലക്ഷം. ഒറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ടുള്ളൊരു പണി. ഒന്ന് ആലോചിച്ചു.